welcome back to our channel Nick's Pets and Passion. ഞാൻ നിങ്ങളുടെ നിജി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടോക്കോ ടൂക്കാൻ എന്ന് പറയുന്ന ഒരു ബേർഡിനെ കുറിച്ചാണ്. സൗത്ത് അമേരിക്കൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിൽ കാണപ്പെടുന്ന ഇവർ ടൂക്കാൻ ഫാമിലിയിൽ തന്നെ ഏറ്റവും അല്പം കൂടിയവരാണ്. ഇവരുടെ ശരീരത്തിന് കറുത്ത നിറമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ തൊണ്ടയുടെ ഭാഗത്ത് വൈറ്റ് കളറും അതുപോലെ തന്നെ ഇവരുടെ ടെയിലിന്റെ അടിയിലായിട്ട് റെഡ് കളറുമാണ് ഉള്ളത്. ഇവരുടെ കണ്ണുകൾ കാണാൻ വളരെ ഭംഗിയുള്ളതാണ് കേട്ടോ. കറുത്ത കൃഷ്ണമണിക്ക് ചുറ്റും നീല കളർ റിങ്ങും അതിന് ചുറ്റും പിന്നെ ഓറഞ്ച് കളർ റിങ്ങുമാണ് ഇവർക്കുള്ളത്. ഇവരുടെ കൊക്കുകളാണ് ഇവരുടെ ലോകത്തിൽ ഇത്ര പ്രസിദ്ധി നേടിക്കൊടുത്തത്. ഇവരുടെ ശരീരത്തിന്റെ സൈസിൽ ഇത്ര വലിയ പീക്ക് വേറൊരു ബേർഡിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇവരുടെ കൊക്കുകൾക്ക് ഭയങ്കര അഴകാണ് കേട്ടോ. ഇവരുടെ കൊക്കിന്റെ നിറം എന്താണെന്ന് വെച്ചാൽ ഒരു യെല്ലോയും ഓറഞ്ചും കൂടി ഒരു കളറാണ്. അതിന്റെ അടുത്ത് ഒരു ബ്ലാക്ക് സ്പോട്ടും ഉണ്ട്. കാണുമ്പോൾ ഇതൊരു ജങ്കാറ് കൊക്ക് തന്നെയാണ്. പക്ഷെ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇവരുടെ കൊക്ക്. അതിന് കാരണം ഇവരുടെ കൊക്ക് വെറും പൊള്ളയാണ് കേട്ടോ. നമ്മുടെ മനുഷ്യന്റെ നഖവും അതുപോലെ റൈനോസിന്റെ ഹോണൊക്കെ ഇല്ലേ, ഇതുണ്ടാക്കുന്ന സെയിം പ്രോട്ടീൻ കണ്ടന്റ് ആണ് ഇതിന്റെ ഹോണിന് മേക്ക് ചെയ്തത്. ഈ കൊക്കുകളിലൂടെയുള്ള ചോരയോട്ടം വഴിയാണ് ഇവരുടെ ബോഡി ടെമ്പറേച്ചർ ഡൗൺ ആകുന്നത്. ഈ വലിയ കൊക്കുകൾ ഇവർ ചിറകിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച് ഒരു ചെറിയ പഞ്ഞി ബോർഡ് പോലെയാണ് അവർ കിടന്നുറങ്ങുക. ഏകദേശം 65 സെന്റിമീറ്റർ വരുന്നവയ്ക്ക് 17 സെന്റിമീറ്റർ മേലെ വരെ കൊക്കിന്റെ വലിപ്പം വരാറുണ്ട്. 500 ഗ്രാം മുതൽ 900 ഗ്രാം വരെ ഇവർ തൂക്കം വരാറുണ്ട്. ഇവര് ഫീമെയിലും മെയിലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെറിയ സൈസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏകദേശം കാണാനൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവരെ കുട്ടികളില്ലേ, ഇവരെ കുട്ടികളുടെ അവസ്ഥയും ഇതുപോലെ തന്നെ പീക്കിന്റെ സൈസും കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവരെ കളറും ഡള്ളായിരിക്കും. ഈ ചിമ്മന്മാര് മസിൽ കാണിക്കുന്ന പോലെ ഇവര് ഈ കൊക്ക് കാണിച്ചാണ് മറ്റു എനിമീസിനെയൊക്കെ പേടിപ്പിക്കുക. മറ്റു കിളികളുടെ കൂടുകളിൽ പോയിട്ട് ഇവരുടെ എഗ്ഗൊക്കെ ഇവർ മോഷ്ടിച്ചെടുക്കും. എന്നിട്ട് ഈ കൊമ്പ് കാണിച്ച് ഇവരെ പേടിപ്പിക്കട്ട. അതുപോലെ തന്നെ ഇവർ ബ്രീഡിംഗ് സമയത്ത് ഇവർക്ക് അട്രാക്ഷൻ കിട്ടാനും ഈ ഒരു പീക്ക് യൂസ്ഫുൾ ആണ്. ഫ്രൂട്ട്സ് ഒക്കെ പീൽ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഈ തോട്ടിയായിട്ടൊക്കെ ഇവർ യൂസ് ചെയ്യും അവരെ കൊക്ക്. കാരണം ഈ എത്താത്ത കൊമ്പുകളിലുള്ള ഫ്രൂട്ട്സിനും കാര്യങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കൊക്ക് വെച്ച് തോട്ടി പോലെ പറിച്ചെടുക്കും. ഈ ഒരു സ്പീഷീസിനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണപ്പെടാറുണ്ട്. അർജന്റീന, ഉറുഗ്വേ, പരാഗ്വേ, പെറു, ബ്രസീൽ, ബൊളീവിയ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരെ കാണപ്പെടാറുണ്ട്. ഇത്രയൊക്കെ സംഭവമാണെങ്കിൽ ഇവർ തിങ്ങി നിറഞ്ഞ ഫോറസ്റ്റിലല്ലാണ്ട് ജീവിക്കാം. ഒറ്റപ്പെട്ടിട്ടുള്ള മരങ്ങളിലും അതുപോലെ തന്നെ കാട്ടിൽ നിന്ന് മാറിയിട്ടുള്ള ഒറ്റ മരങ്ങളൊക്കെ ഇല്ല, വലിയ മരങ്ങളിൽ അതിന്റെ മുകളിലൊക്കെയാണ് ഇവർ ജീവിക്കുക കേട്ടോ. മരങ്ങളിൽ ഓളിട്ടാണ് ഇവർ കൂടുതൽ ഉണ്ടാക്കുക. ഇത് കൂടുതലും ഈ ഉഡ്പക്കേസിൽ നമ്മുടെ നാട്ടിലെ മരം കൊത്തി പോലത്തെ ബേർഡ്സ് ഇവർ കൊത്തി ഉണ്ടാക്കുന്ന ഓട്ടകളി ഇവർ ഉപേക്ഷിച്ചിട്ട് പോയി കഴിയുമ്പോൾ ഇവർ വന്ന് കൂട് കൂട്ടും. ഈ ഒരു ഹോളിൽ 3-4 ടൂക്കാൻസ് ഒക്കെ ഒരുമിച്ച് ജീവിക്കും കേട്ടോ. മറ്റു ബേർഡ്സിൽ നിന്ന് ഇവരെ ഡിഫറെന്റ് ആയി നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവര് ഒമിനിവോറസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവര് നോൺ വെജും കഴിക്കും വെജും കഴിക്കും. ചെറിയ കിളികള്, റെപ്റ്റൈൽസ്, അതുപോലെ തന്നെ ഫ്രോഗ്, ഏറ്റവും കൂടുതൽ ഇവർക്ക് ഇഷ്ടമുള്ളത് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പാരറ്റായ ഹൈസിൻ മക്കാവിന്റെ മുട്ട വരെ ഇവർ അടിച്ചു മാറ്റും. സംഭവം കാണാൻ ഭയങ്കര ലുക്കൊക്കെയാണ്. ഇവർ കൂടുതൽ ഈ മരങ്ങളിലൊക്കെയാണ് ജീവിക്കുന്നത്. പക്ഷെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് പറക്കാൻ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ഇവര് ഹോപ്പ് ചെയ്ത് ചാടി ചാടിയാണ് മരങ്ങൾ മാറി പോവുക. പിന്നെ ഇവരെന്ത് ചെയ്യുന്ന ചിറകിട്ട് അടിച്ചിട്ട് ഗ്ലൈഡ് ചെയ്ത് നമ്മൾ ഈ ഷുഗർ ഗ്ലൈഡേഴ്സ് ഒക്കെ ഗ്ലൈഡ് ചെയ്യില്ലേ, അതുപോലെ ഗ്ലൈഡ് ചെയ്ത് മറ്റു മരങ്ങളിലേക്ക് പോകും. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഒറ്റയ്ക്കാണ് കൂടുതലും കഴിക്കാൻ പോവുക. കൂടി വന്നു കഴിഞ്ഞാൽ 1-2 പേര് ഒരുമിച്ചുണ്ടാവും. ഇവരുടെ സൗണ്ടുകളൊക്കെ ഭയങ്കര ഫണ്ണിയാണ്. ഏകദേശം ഈ തവള കരയുന്ന പോലെ കഴിയും. അതുപോലെ നമ്മൾ കൂർക്കം വരികയില്ല, അതുപോലെ കൂർക്കം വലിക്കുന്നുണ്ട് അവര്. ഇത്ര ലോങ് ആയിട്ടുള്ള പീക്കായ കാരണം മറ്റു ബേർഡ്സ് പോലെ ഇവർക്ക് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ കൊക്കിന്റെ അറ്റം കൊണ്ട് ഈ ഫ്രൂട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവർ ഫുള്ള് 180 ഡിഗ്രിയിൽ മുകളിലേക്ക് തലവെക്കും. എന്നിട്ട് അത് പയ്യണ്ട് വിട്ടുകൊടുക്കും. അതങ്ങോട്ട് നേരെ മുഴുകാണ്ട് ചെയ്യും. യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലോകത്തിൽ ഈ മെയിൻ ആയിട്ട് ഈ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ കുറിച്ച് പഠനം നടത്താനും എത്രത്തോളം അപകടത്തിലാണ് ഇവരെന്ന് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവര് ലീസ്റ്റ് കൺസേൺ ആണ്. ഇപ്പൊ ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. മെയിൻ ആയിട്ട് ഈ ഡീഫോറസ്റ്റേഷനും കാര്യങ്ങളും മറ്റു ബേർഡ്സിനെ ബാധിക്കുമ്പോൾ അത് ബാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒറ്റപ്പെട്ട മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പൊ ഈ ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുമ്പോൾ ഇവർക്ക് വാസസ്ഥലങ്ങൾ കൂടുതൽ കിട്ടാണ്. തുകൻ എന്ന് പറയുന്ന ബേർഡിനെ കാണാൻ നല്ല ഭംഗിയുള്ള കാരണം ഇവര് പെറ്റ് ട്രേഡിങ്ങിന് കാര്യങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡായിട്ട് ഇവരെ ഹണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ നമ്പേഴ്സ് ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ രസകരമായുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് പിശാചായിട്ടാണ് കാണപ്പെടുന്നത്. ഈ സൗത്ത് ആൻഡ് സെൻട്രൽ അമേരിക്കയിൽ ഇവര് ഒരു ഈവിൾ സ്പിരിറ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. കുറെ രസകരമായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. കുഞ്ഞു കുട്ടികളുള്ള പിതാക്കന്മാര് ഇവരുടെ ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കുഞ്ഞുങ്ങളെ മിസ്സാവും. അങ്ങനത്തെ ഒരുപാട് കഥകൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ യൂസ് ചെയ്യാറുണ്ട്. ഇവർ പെറ്റ്സായി വളർത്തുന്ന കാര്യത്തിൽ വളരെ ഫ്രണ്ട്ലി ആണ്. ഈ പാരറ്റ്സിനേക്കാളും ബെറ്റർ ആണ് ഈ ടൂക്കൻ എന്ന് പറയുന്നത് ഈ ബേർഡ്. കൂടുതലൊക്കെ വന്നിരുന്നു ഭയങ്കര കൊഞ്ചനും കാര്യങ്ങളൊക്കെയാണ്. ഈ കൂടുകളിൽ ഇവരെ വളർത്താൻ പറ്റില്ല. ഇവർക്ക് ഒരുപാട് ഏരിയ വേണം പറന്ന് നടക്കാൻ വേണ്ടിയിട്ട്. മറ്റു പാരന്റ്സിനെ പോലെ ഇവര് ഡസ്റ്റി അല്ല. അതുപോലെ തന്നെ ഒരുപാട് ലൗഡ് ആയിട്ടുള്ള വോയിസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഈ ലൈഫ് സ്പാനിന്റെ കാര്യം പറയുമ്പോൾ മറ്റു ബേർഡുകൾക്ക് ക്യാപ്റ്റിവിറ്റിയിൽ ലൈഫ് സ്പാൻ കൂടുതൽ കിട്ടുമ്പോൾ ഇവർക്ക് കുറവാണ് കിട്ടുക. ഇതിന് കാരണം അയൺ സ്റ്റോറേജ് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു ഡിസീസ് ആണ്. ഇവര് കൂടുതൽ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഇവരുടെ ശരീരത്തിൽ കൂടുതൽ അയൺ സ്റ്റോക്ക് ചെയ്ത് ഇവര് ഡെഡ് ആയി പോകും.
പാരന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ശ്രദ്ധ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ട്രിക്സുകളൊക്കെ പഠിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ സംസാരിക്കില്ല കേട്ടോ. ക്യാപ്റ്റിവിറ്റിയിലുള്ള ഇവരുടെ ലൈഫ് സ്പാൻ ഏകദേശം ഒരു 18 ഇയേഴ്സ് ഒക്കെ ആണ് കേട്ടോ. പിന്നെ ഇവരുടെ മാർക്കറ്റ് ഏകദേശം പ്രൈസ് ഒരു 15 ലക്ഷം രൂപയൊക്കെ വരും കേട്ടോ ഒരു സിംഗിൾ പീസിന്. അടുത്തൊരു എപ്പിസോഡിൽ വേറൊരു സ്പീഷീസ് ആയി കാണാം. അതുപോലെ ദിസ് ഈസ് സൈനിങ് ഓഫ്. ടക്ക് എന്ന് പോയിട്ട് ബൈ ഗൈസ്.